ഹായ്, ഞാൻ ഈ വീഡിയോയിലൂടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തി തരാം. എൻ്റെ ജീവിതത്തിലൊരു ഇൻസിഡൻറ്റ് പറ്റി. അതിൽ എന്നെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്തു നിന്ന് കൊല്ലത്തേക്ക് ഒരു പുള്ളിക്കാരി പോകാൻ കാര്യമെന്നുള്ളത് ഞാൻ ഒരു എൻക്വയറി നടത്തിയതിൻ്റെ പേരിൽ ഞാൻ കണ്ടുപിടിച്ചതാണ്. ഞാൻ സ്റ്റോറി ഇട്ടതിൻ്റെ പേരിൽ അവർക്കത് കൊണ്ട് അവർക്കുടെ കൂടെ ഉള്ളവന്മാർക്കും എല്ലാം കൊണ്ട് എന്നെ ഫേസ്ബുക്കിലൂടെ കമൻ്റ് ഇട്ട് ചീത്ത വിളിക്കുകയൊക്കെ ചെയ്ത് അവസാനം അവർ പോലീസുകാരെ വീട്ടിൽ വന്ന് വനിതാസലിൽ നിന്ന് പോലീസുകാരെ വീട്ടിൽ വന്ന് ഞാൻ ആ വനിതാസലിലെ ഉദ്യോഗസ്ഥർ കേൾക്കാൻ വേണ്ടി തന്നെ പറയുന്നത് അവരുടെ മുന്നിൽ കൊണ്ടുവന്ന് പച്ച കള്ളങ്ങളെല്ലാം പറഞ്ഞ് എന്നെ അവിടെ ചെറുതാക്കി കാണിച്ച് നട്ടാക്കുരുക്കാത്ത കള്ളങ്ങളാണ് പറഞ്ഞത്. അപ്പം ഞാനിത് സ്റ്റോറി ഇട്ടതിൻ്റെ പേരിലാണ് എന്നെ അവർ കൊണ്ടുപോയത്. എൻ്റെ വീട്ടിൽ ആൾക്കാരെ കാണൊക്കെ ജീപ്പൊക്കെ വരികയൊക്കെ ചെയ്ത് എനിക്ക് ഞാൻ എന്തോക്കെ ആണെന്നുള്ള രീതിയിലൊക്കെ ആക്കി തീർത്തു. അപ്പം എന്തുകൊണ്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്ത് കൊണ്ടുപോകാൻ കാരണം എന്നുള്ളത് ഈ നിമിഷം വരെ എനിക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിലുള്ള കാര്യം ഉള്ളതാണോ കള്ളമാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ എൻക്വയറി നടത്തിയതിൻ്റെ പുറത്ത് ഞാനത് കാണിക്കുകയാണ് എല്ലാവരും. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, കാണുക. തിരുവനന്തപുരത്ത് നിന്ന് ഭീകരമായ രീതിയിലുള്ള പരിപാടി ചെയ്തിട്ടാണ് എന്നെ പെടുത്താൻ നോക്കിയതാണ്. എന്തോ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ പോലും അറിയാതെ എന്തെല്ലാം പരിപാടി ചെയ്തതെന്ന്. അത്ര ചങ്കൂറ്റുള്ള സാധനത്തിനെയാണ് ഞാൻ തിരിച്ച് കൊല്ലത്തിട്ട് പാക്ക് ചെയ്ത് വിട്ടത്. അപ്പോൾ അതുകൊണ്ട് അതാദ്യം കാണുക. അമ്മൂമ്മ അടിച്ചിറക്കി വിറ്റൻ്റെ കലിപ്പിൽ ഞാൻ ഇച്ചിരി വയലൻ്റ് ആയിരുന്നു. അമ്മൂമ്മ പോയതിൻ്റെ വിഷമത്തിൽ എല്ലാവരും കൂടെ പേടിച്ച് തുളസിയമ്മയുടെ മുകളിൽ കൊണ്ടുവന്ന് കിടത്തി. അന്ന് രാത്രി ഞാൻ രാവിലെ നോക്കിയപ്പം ഇല്ലായിരുന്നു. ഇല്ലേ, അന്ന് പൈസ പോയത്. അതിനുശേഷം 9,000 കാണാതെ പോയത്. ഇത് കളഞ്ഞെന്ന് പറഞ്ഞാല് സംഭവം എന്ന് വെച്ചാൽ എന്റെ പ്രമാണം പോയി. ഒരാളുടെ 5 പവൻ പോയി. അല്ല, ആ കൊച്ച് അന്ന് രാത്രി വന്ന് മോളിൽ കിടന്നു. ഇല്ലേ, കിടന്നതിന് ശേഷം ഈ പറഞ്ഞ തുക പോയത്. ഇല്ലേ, അപ്പൊ ഞാൻ ഇത്രയും ദൂരം വന്നത് ഇത് സംഭവം ഉള്ളതാണ്. ഒരുപാട് തവണ വിഷമിച്ചില്ലേ എന്നിട്ട് ആ കൊച്ച് ഏറ്റില്ലല്ലോ. അത് ഇല്ല, ഏറ്റിട്ടില്ല. പക്ഷെ എന്നെ അടുത്ത് ഇത് സംഭവം എങ്ങനെ പോയെന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നെ വിലക്കി. വേറെ പണിയില്ലയോ, വേറെ ആവശ്യം നോക്ക്, നിങ്ങൾക്ക് ആ ദീപയുടെ സ്വർണം പോയപ്പോഴും അപ്പോഴേ നമുക്ക് ബുദ്ധിയുള്ളതാണ്, ചിന്തിച്ചൂടെ. അപ്പം നമ്മൾ എന്തെങ്കിലും പറയുമ്പം കേസ് കൊടുക്കുമെന്നും പറഞ്ഞ് വിരട്ടി. അതിലിവിടെ സംഭവിച്ചത് ഫസ്റ്റ് വീട്ടിലെ കള്ളത്തരാണ് ഇത്. ഓക്കെ, ഇല്ലേ, കേറി ഇറങ്ങണ്ട സംഭവം. ഇത് ഞാൻ ഈ തൊള്ള തുറന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ പറയുമ്പോഴത്തേക്ക് കള്ളമാണ്. അല്ല, ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യം എന്നുള്ളത് ആളുകൾക്ക് അറിയണമല്ലോ. ഇല്ലേ, തിരുവനന്തപുരത്ത് നിന്ന് ഇന്ന ഒരു ഫസ്റ്റ് വീട്ടിൽ നിന്ന് പോയ തുക പോയത് ഈ പാവപ്പെട്ട അമ്മയുടെ. അപ്പം അത് അന്വേഷിച്ച് ഉള്ളതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പം ഉള്ളതാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് ഇവിടെ നമ്മൾ ചുമ്മാ സംസാരിച്ച് കഴിഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. ഇതാണ് പാവപ്പെട്ട ആ അമ്മച്ചി. ആ അമ്മച്ചിയുടെ പൈസ ഫസ്റ്റില് മോഷ്ടിച്ചെടുത്തു. ഇതാണ് കഥ, ഇതാണ് അമ്മ. ഇത് ഫസ്റ്റ് ഇൻസിഡൻറ്റ് നടന്ന ഒരു വീടാണ്. അപ്പം ഇനി രണ്ടാമത് കാണിക്കാൻ വന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയൽപ്പക്കത്തെ ഒരു ചേട്ടൻ എന്നോട് ഭയങ്കര കാര്യമാണ്. കാരണം എന്നെ അങ്ങനെയൊക്കെ അറിയാം. ആ ചേട്ടൻ്റെ മുന്നിൽ കിടന്ന് ഈ കാണിച്ച പരിപാടിയെല്ലാം ഞാൻ ഈ എൻക്വയറി നടത്തിയിട്ട് ഇറങ്ങുന്ന വഴിക്ക് എന്നെ വിളിച്ചിട്ട് ഈ കാര്യം അന്വേഷിക്കുകയും ഒക്കെ പറയുകയൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ കാണിച്ചു തരാം. അതിനകത്ത് കാണാം എന്തുമാത്രം അക്രമമാണ് ഒരു ആളോട് ചെയ്തതെന്നുള്ളത് അതിനകത്ത് കാണാം. അതല്ല, എന്തുവാ അവള് താലി എടുത്ത് എറിഞ്ഞത് മാമൻ കണ്ടായിരുന്നോ? പിന്നെ ഇല്ലേ, അത് ഓട്ടോ സ്റ്റാൻഡ് വെച്ചല്ലായിരുന്നോ? ഇവിടെ വെച്ച് താലി ആളെക്കാടിന്ന് പൊട്ടിച്ച് ഇങ്ങനെ എറിഞ്ഞോട്ട് നിന്റെ കയ്യിലിരിക്കുക താലി. ഇവിടെ പൊട്ടിച്ചോ അവിടെ പൊട്ടിച്ചോ? അവിടെ വെച്ച് പൊട്ടിച്ചിട്ട് ഇവിടെ വന്നിട്ട് വീട് ഇവിടെ എറിഞ്ഞു വേണ്ടെന്ന് പറഞ്ഞോണ്ട് നിന്റെ കയ്യിലെടുത്ത് വെച്ചോണ്ടിരുന്നില്ലേ നീ അവളെ കഴുത്തില്? അങ്ങനെയൊക്കെ നീ അതൊന്നും അറിഞ്ഞില്ല അല്ലേ? അതാണ് ഞാൻ ആലോചിച്ചത്.
ഇത് ആ ഒരു ഇൻസിഡൻസ് എല്ലാം കണ്ട ഒരു വ്യക്തിയാണ്. എന്നുള്ള സ്നേഹം കൊണ്ട് എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ ആ ചേട്ടൻ്റെ മുഖം കാണിക്കാത്തതെന്ന് വെച്ചാൽ ആ ചേട്ടൻ അറിഞ്ഞിട്ടില്ല വീഡിയോ എടുത്തത്. അപ്പം ഇത് ഞാൻ വായിൽ പറഞ്ഞാൽ അത് ആരും വിശ്വസിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കേണ്ടി വന്നത്. എൻ്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കണമല്ലോ. അപ്പം ആ ചേട്ടൻ കണ്ടതാണ് താലി എറിഞ്ഞതും പൊട്ടിച്ച് എൻ്റെ കയ്യിൽ എറിഞ്ഞു തരുന്നതും ധിക്കാരം കാണിക്കുന്നതും നോവിക്കുന്നതെല്ലാം ആ ചേട്ടൻ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു.